ഞാൻ ഡോക്ടർ മാത്യു വർഗീസ്, കൺസൾട്ടൻറ്റ് പൾമണോളജിസ്റ്റ് വെൽകെയർ ഹോസ്പിറ്റൽ, വൈറ്റില. എല്ലാ വർഷവും മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനമായി ആചരിക്കാറുണ്ട്, അതായത് വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ. എന്തിനാണ് ഇങ്ങനെ ഒരു ദിവസം വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്? TBയുടെ ലക്ഷണങ്ങളെപ്പറ്റിയും അതിൻ്റെ പ്രതിവിധിയെപ്പറ്റിയും അതിൻ്റെ ചികിത്സാ രീതികളെപ്പറ്റിയും പൊതുജനത്തിന് ഒരു അവബോധം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ദിവസം ആചരിക്കുന്നത്. മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന ബാക്ടീരിയയാണ് ക്ഷയരോഗം ഉണ്ടാക്കുന്നത്. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിനെ വേണമെങ്കിലും ട്യൂബർക്ലോസിസ് ബാധിക്കാം, എങ്കിലും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്, അഥവാ ലങ്സിനെ. ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാന ലക്ഷണങ്ങൾ: ചുമ 2 ആഴ്ചയിൽ കൂടുതൽ നിലനിൽക്കുന്നു എന്നതാണ്. 2 ആഴ്ചയിൽ കൂടുതൽ നിലനിൽക്കുന്ന ചുമ, അതോടൊപ്പം കഫത്തിൽ രക്തത്തിൻ്റെ മയം കാണുക, വിശപ്പില്ലാതെ വരിക, നമ്മുടെ തൂക്കം കുറയുക, വിട്ട് പനി വരിക, പ്രധാനമായും ഈവനിങ് റൈസ് അഥവാ വൈകുന്നേരമുള്ള പനി, ഇവയൊക്കെയാണ് ക്ഷയരോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. ഇവയൊക്കെയാണെങ്കിലും ഓരോ ഭാഗത്തിലെ ശരീരഭാഗങ്ങളെ ക്ഷയരോഗം ബാധിക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള മറ്റ് ലക്ഷണങ്ങളും കാണാം. എങ്ങനെയാണ് ക്ഷയരോഗം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്? ക്ഷയരോഗമുള്ള വ്യക്തി ചുമയ്ക്കുമ്പോൾ എയർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ഈ ബാക്ടീരിയ അന്തരീക്ഷത്തിൽ വന്ന് അത് വായുവിലൂടെയാണ് മറ്റൊരാളുടെ ശ്വാസകോശത്തിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ക്ഷയരോഗം പകരുന്നത്. ഇങ്ങനെ ക്ഷയരോഗം ബാധിച്ച വ്യക്തികളെ ഇങ്ങനെ സംശയത്തിൽ നമുക്കിപ്പോൾ തോന്നുകയാണോ ഒരു വ്യക്തിക്ക് ക്ഷയരോഗമുണ്ട്, എങ്ങനെയാണ് നമ്മളിത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് പല കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ശ്വാസകോശത്തെ ബാധിക്കുന്ന ട്യൂബർക്ലോസിസ് ആണെങ്കിൽ ആദ്യം നമ്മൾ ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കേണ്ടതായിട്ട് വരും. എക്സ്റേയിൽ ക്ഷയരോഗികൾക്ക് അതിൻ്റേതായ മാറ്റങ്ങൾ കണ്ടുവരാം. 2, നമുക്ക് ബാക്ടീരിയ നമുക്ക് കഫത്തിൽ കാണാനായിട്ട് കഴിയും. അതിന് സ്പ്യൂട്ടം ടെസ്റ്റ് അല്ലെങ്കിൽ കഫ പരിശോധന, അത് സ്പ്യൂട്ടം AFB, ജീൻ എക്സ്പെർട്ട്, അങ്ങനെ പല ടെസ്റ്റുകളുണ്ട്. അത് ചെയ്ത് നമുക്ക് TB പേഷ്യൻസിനെ ലങ്സിലുണ്ടെങ്കിൽ ക്ഷയം ലങ്ങിൽ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കൺഫേം ചെയ്യാൻ കഴിയുന്നതാണ്. ഇത് കൂടാതെ തന്നെ ഇപ്പോൾ കടലിലേക്ക് അല്ലെങ്കിൽ ലിംഫ് നോഡിലാണ് ക്ഷയരോഗം ബാധിച്ചിരുന്നതെങ്കിൽ അത് നമുക്ക് സർജറി ചെയ്ത് ബയോപ്സിക്ക് വിടേണ്ടതായിട്ട് വരും. അബ്ഡമിനെ ബാധിക്കുകയാണെങ്കിൽ അവിടെ സ്കാൻ ചെയ്യേണ്ടതായിട്ട് വരും. MRI എടുത്ത് നോക്കേണ്ടതായിട്ട് വരും. നട്ടെല്ലിനെ അല്ലെങ്കിൽ സ്പൈനിനെ ആണെങ്കിൽ ട്യൂബർക്ലോസിസ് ബാധിക്കുന്നത്. സ്പൈനിനെ ബാധിക്കുന്ന ട്യൂബർക്ലോസിനെ വിളിക്കുന്നതാണ് പോട്സ് ഡിസീസ്. നടുവേദന, കാലുകളൊക്കെ തളർച്ച, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ വരുന്നത്. അതായത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തിനെ വേണമെങ്കിലും ബാധിക്കാവുന്ന ഒരു രോഗമാണ് ക്ഷയം. ഒരു 2 ആഴ്ചയോളം എങ്കിലും ചുമ നിൽക്കുകയോ അല്ലെങ്കിൽ പനി മാറാതെ നിൽക്കുമ്പോൾ തീർച്ചയായും ഇന്ത്യ പോലൊരു രാജ്യത്ത് ക്ഷയം നമ്മൾ സസ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ചികിത്സാ രീതികൾ? ATT അഥവാ ആൻറ്റി ട്യൂബർക്ലോസിസ് തെറാപ്പിയാണ് നമ്മൾ കൊടുക്കുന്നത്. 4 മരുന്നുകളാണ് പ്രധാനമായിട്ട് സെൻസിറ്റീവായിട്ടുള്ള ട്യൂബർക്ലോസിസിന്, അതായത് സാധാരണ മരുന്നുകളോട് പ്രതികരിക്കുന്ന ട്യൂബർക്ലോസിസിന് നമ്മൾ കൊടുക്കുന്നത്. ഐസോനിയാസിൻ, റിഫാംപിസിൻ, പൈറസിനമൈഡ്, ഇത്താംബെറ്റോൾ എന്ന് പറയുന്ന 4 മരുന്നുകൾ. അത് 6 മാസം മുതൽ 9 മാസം വരെ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. രോഗിയുടെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ രോഗത്തിൻ്റെ തീവ്രത എത്രമാത്രം കുറയുന്നു അതനുസരിച്ചാണ് അതിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ തീരുമാനിക്കുന്നത്. എന്നാൽ MDR-TB അഥവാ റെസിസ്റ്റൻ്റ് ടൈപ്പായിട്ടുള്ള ട്യൂബർക്ലോസിസ് ആണെങ്കിൽ 2 വർഷം വരെ മരുന്നെടുക്കേണ്ടതായിട്ട് വരും. ഏതൊരു വ്യക്തിയെക്കാളും ചില വ്യക്തികൾക്ക് ക്ഷയരോഗത്തിനുള്ള സാധ്യത കൂടുതലാണ്. ആർക്കാണ്? അത് ഇമ്മ്യൂണോ സപ്രസ്ഡ് ആയിട്ടുള്ളവർക്ക്, അതായത് പ്രമേഹ രോഗികൾ അല്ലെങ്കിൽ ഇമ്മ്യൂണോ സപ്രസൻ്റ് ആയിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നവർ, അതായത് സ്റ്റിറോയിഡ് മുതലായ മരുന്നുകൾ കഴിക്കുന്ന രോഗികൾക്ക്, അല്ലെങ്കിൽ HIV പേഷ്യൻസ്, ഇതുപോലെയുള്ളവർക്ക് മറ്റ് വ്യക്തികളെക്കാളും സാധ്യത കൂടുതലാണ് ക്ഷയരോഗം കിട്ടുന്നതിനായിട്ട്. ലോകത്തിലെ മൊത്തം ക്ഷയരോഗികളിൽ 28% നമ്മുടെ ഭാരതത്തിലാണ്. അപ്പോൾ തന്നെ മനസ്സിലായി കാണുള്ളൂ ഇന്ത്യയിൽ എത്രമാത്രം പ്രിവലൻ്റ് ആണ് ഈ ഡിസീസെന്ന്. നമുക്ക് എല്ലാവർക്കും ഈ ഒരു രോഗം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കുന്നതിനായിട്ട് കൈകോർക്കാം. അങ്ങനെയുള്ളൊരു ഇന്ത്യ ഭാവിയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു.